ഫ്രീ ആയി ഒരു ടൂറ് പോയാലോ? കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്താണ് പൂർണ്ണമായി സൗജന്യമായി ഇത്തരത്തിലൊരു ടൂറ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന 100ഓളം വയോജനങ്ങളെയാണ് ഇത്തരത്തിൽ സൗജന്യമായി വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയത്. എന്താണെങ്കിലും വ്യത്യസ്തമായൊരു ആശയമാണ്, നല്ല പദ്ധതിയാണ്, ആളുകളെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു കാര്യങ്ങളെന്നൊക്കെ ഈ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ തന്നെ വിശദീകരിക്കും. വ്യത്യസ്തമായൊരു ആശയമാണ്, അധികം മുൻപ് മറ്റെങ്ങും കേട്ടിട്ടില്ല. വയോജനങ്ങൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനും പറ്റുന്ന ഒരു അവസരമായിട്ട് കണ്ടത് ഈ വയോജനങ്ങളുടെ ഒരു ടൂർ പ്രോഗ്രാം തന്നെയാണ്. അപ്പം നമുക്ക് 15 വാർഡുകളിലും വയോജനങ്ങളുടെ കൂട്ടായ്മകളുണ്ട്. ഗ്രാമസഭ വിളിച്ചു ചേർത്ത സമയത്ത് വയോജനങ്ങൾ ഒന്നാമതായിട്ട് ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക എന്നതായിരുന്നു. അപ്പോൾ നമ്മളത് ഒരു വയോജനങ്ങളുടെ ടൂർ പ്രോഗ്രാമായിട്ട് വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം എടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് 50,000 രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയും വെച്ച് 1.5 ലക്ഷം രൂപയുടെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അത് വയോജന എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്കറിയാം പ്രായമായ രോഗാവസ്ഥയിലുള്ളവരെ ഒരു ദിവസം മുഴുവൻ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം തൽക്കാലമായിട്ട് ഒരു വാർഡിൽ നിന്ന് 5 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ടൂർ പ്ലാൻ ചെയ്തത്. അത് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 85 വയോജനങ്ങളും മറ്റുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി 100 പേരാണ് നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. കടുത്തുരുത്തിയിൽ മാംഗോ മിഡാസിലാണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. രാവിലെ 8:30 ആയപ്പോൾ നമ്മളിവിടുന്ന് 2 വണ്ടിയിലുള്ള ആൾക്കാരാണ് പോയത്. ഏകദേശം ഒരു 8 മണിയായപ്പോൾ തന്നെ മുഴുവൻ വയോജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവരുടെ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അത്രയ്ക്കും സന്തോഷം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ സമയത്ത് തന്നെ അവരെത്തിച്ചേർന്ന്. എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു. എന്നെ ഒരു 5 പൈസ പോലും അവരുടെ കയ്യിൽ നിന്ന് മുടക്കാതെ നമ്മൾ 10 മണിക്ക് അതിലേക്ക് പ്രവേശിച്ച സമയം തൊട്ട് രാവിലത്തെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ഫുഡ്, അതിനിടയ്ക്ക് 4 മണിക്ക് ചായ, ഒരു കടി, ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് 5 പൈസ പോലും അവരുടെ കയ്യിൽ നിന്ന് മുടക്കാതെ വളരെ സന്തോഷകരമായി ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഉല്ലാസത്തിന് പറ്റിയ ഒത്തിരി ഐറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ശാരീരികമായിട്ട് ഇതുള്ളവരെല്ലാം അതെല്ലാ കാര്യങ്ങളും അവർ യൂസ് ചെയ്ത് വള്ളത്തെ കയറി പിന്നെ പാട്ടുപാടി വളരെ സന്തോഷത്തോടെ ഒരു ദിവസം 5 മണി കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ ഞങ്ങളൊരു തരത്തിലാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അടുത്ത വർഷം നമ്മൾ ഇതിലും വിപുലമായ രീതിയിൽ തന്നെ ഒരു 2-2.5 ലക്ഷം രൂപയാണ് ഈ വർഷം 2025-26 വാർഷിക പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ട്. വേറെ ഒരു സ്ഥലം, ഒരു ദിവസം നല്ല രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാരെ ഇതിപ്പോൾ നമുക്ക് ഒരു വാർഡിൽ നിന്ന് 5 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കൊരു വിഷമമാണ്. മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത വർഷം വലിയ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിൽ വെച്ചിട്ടുമുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. വരുന്നവരെല്ലാം ഓടി വന്ന് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരിക്കലും ഒരിടത്തും കേട്ടിട്ടില്ല. നിങ്ങളത് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. വീണ്ടും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വെക്കണമെന്നുള്ള രീതി വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും വരുന്നത്. ഇതിൻ്റെ പൂർണ്ണമായി ചെലവ് വഹിച്ചത് പഞ്ചായത്താണ്. എത്ര രൂപ പഞ്ചായത്തിന് ചിലവായിട്ടുണ്ടാവും? ഞാൻ പറഞ്ഞല്ലോ 1.5 ലക്ഷം രൂപയാണ് നമ്മൾ പ്രോജക്റ്റ് വെച്ചത്. മാക്സിമം എത്ര രൂപ വേണേലും നമുക്ക് ചിലവാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വെച്ചത്. പക്ഷേ നമുക്ക് 1,10,000 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് സന്തോഷം പകരാൻ നമുക്ക് സാധിച്ചു. 100% സന്തോഷം കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ദിവസം ഇത്രയും 10 മണി തൊട്ട് 6:30-7 മണി വരെ നമ്മുടെ കൂടെ ഇവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ മാറ്റം നമുക്ക് ഞങ്ങൾക്കും സന്തോഷമായി, അവർക്ക് അതിലേറെ സന്തോഷമായി. ഈ വിനോദയാത്രയിൽ പങ്കെടുത്ത ഒരമ്മ നമുക്കൊപ്പം ചേരുകയാണ്. പൊന്നമ്മ തങ്കച്ചൻ എന്നാണ് പേര്. എങ്ങനെ ഉണ്ടായിരുന്നു ടൂറൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല സുഖമായിട്ട് ഞങ്ങളെല്ലാവരും പോയിച്ച് വന്നു. എല്ലാ ടൂറെല്ലാം കാണാനുള്ളിടത്തെല്ലാം ഞങ്ങളെ കൊണ്ട് കാണിച്ചു. നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഇനി തിരിച്ചു പോരുകയും ചെയ്തു. ഹാപ്പിയാണ്? ഹാപ്പി, വെരി ഗുഡ്. ഒരു കുഴപ്പവുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെ പിന്നെയും കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ളടത്ത് മൊത്തത്തിൽ നിങ്ങൾ 100 പേരുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു രസമായിരുന്നു അല്ലേ? നല്ല രസമായിരുന്നു. 2 വണ്ടിയല്ലായിരുന്നു, 2 വണ്ടി നിറച്ചു ആളായിരുന്നു. നല്ല കലാപരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് 1 രൂപ പോലും ചിലവില്ല. ഒരു രൂപ പോലും ചിലവില്ല. മൊത്തം ഇവിടുന്ന് മുടക്കുമായിരുന്നു. പഞ്ചായത്ത് മുടക്കി 1 പൈസ പോലും മുടക്കില്ല. ഭക്ഷണം അടക്കം പഞ്ചായത്ത് തന്നെയാണ് വാങ്ങി തന്നത്. എല്ലാവരും വാങ്ങി തന്നെ. ഈ പഞ്ചായത്ത് ഭരണസമിതിയോട് എന്താണ് പറയാനുള്ളത്? പഞ്ചായത്ത് ഭരണസമിതിയോട് എന്തോ പറയേണ്ടത്, നന്ദി പറയുവാ. എല്ലാ ആൾക്കാരും കൂടെ കൂടി എല്ലാം ചെയ്തതിന് നന്ദി പറയുവാണ്. വരും വർഷങ്ങളിൽ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം.
ഇനിയും സംഘടിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയും സംഘടിപ്പിച്ച് ഇങ്ങനെ എല്ലാവരെയും കൊണ്ടുപോകണം. ഇതിൽ കൂടുതൽ പ്രായമുള്ളവരൊക്കെ ഒത്തിരി പേര് ഇരിപ്പില്ലേ, ഒത്തിരി പേരെ കൂടെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുറച്ച് പേര് പോയാലൊക്കത്തില്ലല്ലോ, എല്ലാവരെയും കൂടെ കൊണ്ടുപോകണം. സന്തോഷം, ഹാപ്പിയായി. സന്തോഷം. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. 2024-25 പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ഉല്ലാസയാത്ര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ 23 അംഗനവാടികളാണ് നമുക്ക് സ്വന്തമായിട്ട് കെട്ടിടമുള്ള അംഗനവാടികളാണ്. ആ അംഗനവാടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ICDSൻ്റെ നേതൃത്വത്തിൽ എല്ലാ അംഗനവാടികളും വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ വയോജന ക്ലബ്ബിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് 15 വാർഡിൽ നിന്നും ആൾക്കാരെ ഉൾപ്പെടുത്തി 100ഓളം ആൾക്കാരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഉല്ലാസയാത്രയ്ക്കായിട്ട് കടുത്തുരുത്തി മാംഗോ മെഡാസ് ഒരു ദിവസം സന്ദർശിക്കാനായിട്ട് പോയത്. നമ്മളെ സംബന്ധിച്ചുള്ള സാധാരണക്കാരായിട്ടുള്ള മറ്റ് മാർഗങ്ങൾ, മറ്റുള്ളവരെ ആശ്രയം അധികം ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്താണ് കൂടുതലും ഇതിൽ പങ്കാളികളാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അവരെ സംബന്ധിച്ചുള്ള അവർ ഈ ഉല്ലാസ യാത്ര കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം ജീവിതത്തിൽ ഒരു ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ മറ്റുള്ള മക്കളോ മരുമക്കളോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കാത്ത അങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ടും പ്രയോറിറ്റി നമ്മൾ ഓരോ വാർഡിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർ ഒന്നാമത് ഈ വയോജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരേ സമപ്രായത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ വലിയൊരു ഘടകമാണ്. അവർ പരസ്പരം പഴയ കാര്യങ്ങൾ പറയുവാനും മനസ്സിലാക്കുവാനും പരസ്പരം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുവാനും എല്ലാം ഈ ഉല്ലാസയാത്രയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വരും വർഷവും ഇതൊരു തുടർ പദ്ധതിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിനോദയാത്രയ്ക്ക് ശേഷം പങ്കെടുത്തവരെല്ലാവരും ഹാപ്പിയാണ്. കാരണം അവരെ സംബന്ധിച്ചുള്ള വലിയൊരു എൻ്റർടൈൻമെൻറ്റാണ്. ₹1 പോലും മുടക്കാതെ ഒരു ദിവസം എല്ലാവരുമായിട്ട് ആടിയും പാടിയും 2 വാഹനങ്ങളിലായിട്ട് ഈ സ്ഥലങ്ങളിൽ പോവുകയും സ്ഥലങ്ങൾ സന്ദർശിക്കുകയും എല്ലാം ചെയ്ത് അവർ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായി സൗജന്യമായി ഇത്തരത്തിലൊരു വിനോദയാത്ര സംഘടിപ്പിച്ചത്. നെടുങ്കുന്നത്ത് നിന്നും കടുത്തുരുത്തി മാംഗോ മെഡോസിലേക്കായിരുന്നു ആ ടൂറ്. ഏതാണ്ട് 100ഓളം വയോജനങ്ങളാണ് ആ ടൂറിൽ പങ്കെടുത്തത്. എല്ലാവരും ഹാപ്പിയാണ്. വരും വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർക്ക് പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. നെടുങ്കുന്നത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.